നമസ്തേ. ഞാൻ പന്തളം അന്നപൂർണശ്രീ ജ്യോതിഷാലയത്തിലെ പ്രസാദാണ്. അപ്പോൾ 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഓരോ കൂറുകാരും അനുഭവിക്കാൻ പോകുന്ന സാമാന്യ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അത് മേടക്കൂറിൻ്റേതാണ് നമ്മൾ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ഇടവക്കൂറും മിഥുനക്കൂറിൻ്റെയും കൂടെയാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ഓരോ സെക്ഷനിലും കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുക, സംശയങ്ങൾ ചോദിക്കുക. സംശയങ്ങൾക്ക് നമുക്ക് നിങ്ങളുടെ ജാതകത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും. അപ്പോൾ ഇടവക്കൂറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇടവക്കൂറിൽ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര ഈ 3 നക്ഷത്രങ്ങളാണ്. അപ്പോൾ ചിങ്ങമാസത്തിനെ സംബന്ധിച്ച് ഇവർക്ക് സാമാന്യമായിട്ട് ഗുണകരമായ ഒരു സമയമാണ്. അതുപോലെ എല്ലാ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ജനങ്ങൾ അവർക്ക് കഫരോഗങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വളരെയധികം നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അധിക ചിലവ് വരുന്ന ഒരു സമയമാണ്. അധികമായിട്ട് സാമ്പത്തിക ചിലവ് വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായ സമയമാണ്. അതുപോലെ ഇടവക്കൂറുകാർക്ക് സഹോദര ഗുണവും കിട്ടുന്ന സമയമാണ്. വീട്ടിൽ ചില സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരാം. അപ്പോൾ അത് വലിയ കലഹത്തിലേക്കും വഴക്കിലേക്കൊക്കെ പോകാതെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ സന്താനങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വളരെയധികം ഗുണകരമായ സമയമാണ്. 5ാം രാശി സന്താന സ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിലൊക്കെ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾക്കൊക്കെ നീക്കം വരാനും നല്ല സമയമാണിപ്പോൾ. ഇടവക്കൂറുകാർക്ക് പ്രത്യേകിച്ച് കണ്ടകശനി കാലമാണിപ്പോൾ. കണ്ടകശനി 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയായതിന് കർമ്മമേഖലയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരാം. ജോലി ഉള്ളവർക്ക് ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ടാകാം. ജോലി തിരക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിനകത്ത് ചില ഡിലേയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സാമാന്യമായിട്ട് ചിങ്ങമാസത്തിൽ ഇവർ ഇടവക്കൂറുകാർ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കാർത്തിക മുക്കാലിൽ ജനിച്ചവർക്ക് രാഹുർദശാകാലം ഉള്ളവർ, അതുപോലെ രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു 30 വയസ്സ് വരെ രാഹുർദശാകാലമായിരിക്കാം. അപ്പം ഈ രാഹുർദശാകാലം ഉള്ളവർ വളരെ കൃത്യമായിട്ടും നാഗക്ഷേത്ര വഴിപാടുകൾ ചെയ്യേണ്ട സമയമാണ്. ഒരുമാതിരി കുഴപ്പമില്ലാത്ത ഒരു സാമാന്യമായ ഗുണഫലങ്ങൾ തരുന്ന ഒരു മാസമായിട്ട് ചിങ്ങത്തിനെ നമുക്ക് കണക്കുകൂട്ടാം. അതിനുശേഷം മിഥുനക്കൂറാണ്. മകയിരത്തര, തിരുവാതിര, പുണർത്തി, മുക്കാല് ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മറവായി നിൽക്കുന്ന, അതായത് ഈശ്വരാധീനം കുറഞ്ഞ സമയങ്ങളാണിത്. അപ്പോൾ ഏതാണ്ട് അടുത്ത മെയ് മാസം വരെയും 2025 മെയ് മാസം വരെയും ആ ഒരു അനുഭവം അവർക്ക് വരാം. കാരണം 7ാം ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴമായതുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും. അപ്പം ഇവർക്ക് 2 പേർക്കും ചില രോഗദുരിതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 4ാം വീടിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ വീട്ടിലെ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകാം, ചില ഇഴച്ചലുകളുണ്ടാകാം. എങ്കിലും ക്രമേണ അതിൻ്റെ ആ രീതിയൊക്കെ ഒന്ന് മാറി കാര്യങ്ങൾ കുറച്ചൊക്കെ നീങ്ങാവുന്ന സമയവുമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഗുണം കിട്ടുന്ന സമയമാണ്. സഹോദര ഗുണവും ഈ കൂറുകാർക്ക് വലിയ കുഴപ്പമില്ലാതെ അനുഭവയോഗ്യമാകുന്ന സമയമാണ് ചിങ്ങമാസം. അതുപോലെ തന്നെ വിവാഹ വിഷയത്തിലേക്കൊക്കെ നോക്കുമ്പോൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവരെ പരസ്പരം സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്കും വിവാഹകാര്യത്തിൽ നടക്കുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ്. അപ്പോൾ കൃത്യമായിട്ടും വൈഷ്ണവക്ഷേത്ര വഴിപാടുകളാണ് ഈ മിഥുനക്കൂറുകാർ ഇപ്പോൾ ചെയ്യേണ്ടത്. കാര്യം ഈശ്വരാധീനം ഉണ്ടാകാൻ വേണ്ടി വിഷ്ണുക്ഷേത്ര വഴിപാടുകൾ കൃത്യമായിട്ടും ചെയ്യണം. ഇവരെ സംബന്ധിച്ച് കർമ്മമേഖലയിലും ഇവർക്ക് ചില ഇഴച്ചലുകൾ വരാം, തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ വരാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതും വളരെ ശ്രദ്ധിക്കണം. ഇനി മകയിരത്തര, തിരുവാതിര, പുണർത്തി, മുക്കാല് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 5-8 വയസ്സ് വരെ അവർക്ക് രാഹുർദശയായിരിക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് തീയിൽ നിന്നും ജലത്തിൽ നിന്നും ഒക്കെ ചില പ്രശ്നങ്ങൾ വരാം. അത് വളരെയധികം ശ്രദ്ധിക്കണം. പൊള്ളലേക്കാനും ജലത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ട് വരാനും ഒക്കെ സാധ്യതയുണ്ട്. പുണർ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ 30 വയസ്സിനകത്ത് അവരുടെ കല്യാണം നടക്കണം. ഇല്ല എങ്കിൽ വിവാഹത്തിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാവുന്ന നക്ഷത്രമാണ് പുണർദം. അപ്പോൾ ഈ വർഷവും അവർക്ക് വിവാഹത്തിനകത്ത് ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ കയറി വരാം. അപ്പോൾ ദശാകാലം അനുസരിച്ചുള്ള വഴിപാടുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. വിഷ്ണുക്ഷേത്ര വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്തു കൊള്ളുക. അപ്പോൾ ഇതാണ് ഈ 2 കൂറുകാരെക്കുറിച്ച് ഒരു സാമാന്യമായ ഫലങ്ങൾ ഇവർ ചിങ്ങമാസത്തിൽ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അനുഭവയോഗ്യമാകുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം അറിയിക്കാം.
ഒന്നുകൂടി പറയുകയാണ്. ഇതിൻ്റെ അടുത്ത സെക്ഷനിൽ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും വീണ്ടും കാണുന്നവരെയും നന്ദി, നമസ്കാരം.